ആദി എവിടെ പോണു? മഞ്ഞ് കാണാൻ പോകുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മഞ്ഞ് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ അവരെയും കൊണ്ട് പോവുകയാണ് പൊന്മുടിയിലേക്ക്. അതിൻ്റെ എക്സൈറ്റഡിലാണ് എല്ലാവരും. ഞാനും പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇവിടെ ട്രിവാൻഡ്രത്ത് നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല, ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ട്രിവാൻഡ്രത്ത് തൊട്ടടുത്ത് നമുക്ക് കുറച്ചെങ്കിലും ഒരു തണുപ്പ് കിട്ടുന്നത് പൊന്മുടിയിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫാമിലിയായിട്ട് വീക്കെൻഡ് അങ്ങോട്ട് ഇറങ്ങി. അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ പൊന്മുടിയിൽ, അതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവർക്ക് നമുക്ക് തേയിലയൊക്കെ വാങ്ങാൻ പറ്റും. പോകുന്ന വഴിക്ക് അവിടെ തന്നെ ഒരു കുഞ്ഞു തട്ടുകടയിൽ നമ്മൾ ഉള്ളിവടയൊക്കെ വാങ്ങി കഴിച്ചു. ഇവർക്ക് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിരുന്നാൽ വണ്ടിയിൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്ന വഴിക്ക് മിണ്ടാണ്ടിരിക്കും. പിന്നെ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ ഉള്ളൊരു റോഡാണ് കേട്ടോ, ഫുൾ ഗ്രീനറിയൊക്കെ ആയിട്ട്. പൊന്മുടി തന്നെയാണ്, ടോപ്പ് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമുക്ക് ഇങ്ങനൊരു വ്യൂ ഉള്ളത്. അവിടെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. ഇവിടെയൊക്കെ അടിപൊളിയായിട്ടിരുന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇവർ കുറച്ച് ചില്ല ഇവിടെ കളിച്ചൊക്കെ നടന്നു. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 4:30 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ട്രിവാൻഡ്രത്തെ ചൂട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ കുഴപ്പമില്ല, നല്ല നൈസായിട്ട് കുറച്ച് കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റൊക്കെ. അങ്ങനെ ഇവരവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അവർക്കെല്ലാം ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് നമ്മളങ്ങനെ അവിടെ നിൽക്കുവാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ടോപ്പിലോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങുവാണ്. പിന്നെ നമ്മൾ ടോപ്പിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ ഇവരുമായിട്ട് അങ്ങനെ പോവുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നമുക്ക് കാലൂന്നാനുള്ള സ്ഥലമില്ലായിരുന്നു എന്ന് പറയാം. അങ്ങനെ വീക്കെൻഡ് ആയതുകൊണ്ട് ഫുള്ളായിരുന്നു, പാർക്കിങ് എല്ലാം ഫുൾ തന്നെയായിരുന്നു. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് എന്തായാലും പോയത് വെർത്തായി എന്ന് വേണം പറയാൻ. അവിടെ ചെന്ന് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. കുഞ്ഞുങ്ങളായാലും നന്നായിട്ട് അവിടെ ഓടിക്കളിച്ച് അവർ ചില്ലായി. അവർക്ക് ആ ക്ലൈമറ്റും ഇവിടുത്തെ ചൂടിൻ്റെ ഇതിലൊരു ആശ്വാസം തന്നെയായിരുന്നു അവിടെ ചെന്ന്. മഴക്കാറാണ്, അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരു സ്പേസിലിരുന്ന് ഇവരെ കളിക്കാനൊക്കെ വിട്ടിട്ട് ദൂരോട്ടൊന്നും പോവില്ല എന്നുള്ള എഗ്രിമെൻറ്റ് തരുന്നതാണിത്. അങ്ങനെ ഓടിക്കളിക്കാനായിട്ട് അവരവിടെയൊക്കെ ഓടിക്കളിച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ മഴ പെയ്യുമോ ഇല്ലേ എന്നുള്ള ചർച്ചയിലാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുത്ത കാറ്റും വരുന്നുണ്ടായിരുന്നു. ആ ടൈമൊക്കെ ആയപ്പോൾ ഒരു 5:30 ആയപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റായിരുന്നു. അപ്പോൾ പോയത് വെർത്തായി എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവർ പിന്നെ അവിടെ കളിക്കാൻ കിട്ടിയ സ്പേസ് ആയതുകൊണ്ട് റേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവരുടെ രീതിയിൽ കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യം തണുപ്പുണ്ടായിരുന്നോ? സബ്സ്ക്രൈബ് ചെയ്യണേ ബായ് എന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, നല്ല മഴയായിരുന്നു. നമ്മൾ ആ യാത്ര നല്ല വെർത്തായിരുന്നു. ഫുൾ മഴയൊക്കെ ആയിരുന്നു. പിന്നെ ഇവർക്ക് വരുന്ന വഴിക്ക് നമ്മളിവിടെ നിന്ന് സ്നാക്സൊക്കെ വാങ്ങിച്ചു. നല്ല മഴയായിരുന്നു. അവരുടെ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യക്കുട്ടൻ. പിന്നെ നമ്മൾ വാഴയ്ക്കപ്പൊക്കെ വാങ്ങി ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കണം. ഹോട്ടലിൽ പോയി ഊണ് കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യക്കുട്ടൻ മണിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഇറങ്ങി ലേറ്റായി ഒത്തിരി തന്നെ. പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയി ആദ്യക്കുട്ടൻ പറഞ്ഞതുപോലെ ഫുഡൊക്കെ കഴിച്ചു. വീടെത്തിയപ്പോഴത്തേക്കും 2 പേരും ഉറങ്ങി.